തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ വ്യാജമാല മോഷണ കേസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധത്തിനൊരുങ്ങി പരാതിക്കാരി ബിന്ദുവും കുടുംബവും. വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെയും മകൾ നിഷയെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം. പോലീസ് പ്രതി ഓമന ഡാനിയലുമായി ഒത്തുകളിക്കുന്നുവെന്നാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് പ്രദീപ് 24 പറഞ്ഞത്. ഭാര്യയെ ഇത്രയും ദ്രോഹിച്ചിട്ട് ഈ കേസ് നിയമപരമായിട്ട് കേസെടുത്ത് എന്നിരുന്നാൽ ഈ കേസെടുക്കുന്ന അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ചെയ്യാത്തത് ഇവർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചതിച്ചതും ഈ ഓമന ഡാനിയലും മോളുമാണ്. അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത്? മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഒരു കാരണവശാലും നമ്മളില്ല. അങ്ങനെ കൊടുത്താൽ സെക്രട്ടേറിയറ്റ് പോയി ഞാനും എൻ്റെ ഭാര്യ എൻ്റെ 2 മക്കളും ഞങ്ങൾ സമരം ചെയ്യും. അപ്പം പോലീസിൻ്റെ ഒത്തുകളിയാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഭാര്യയുടെ വിശ്വാസവും. ഞങ്ങളിവിടെ എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം. എന്നെ അത്ര ദ്രോഹിച്ചവരാണ്. അതുകൊണ്ട് ഈ ഓമന ഡാനിയിലെ മകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ സെക്രട്ടറിൻ്റെ മുന്നിൽ സമരം ചെയ്യും. അത് ഉറപ്പാണ്. 4 മാസത്തോളമായി ഇങ്ങനെ കിടന്ന് ഇഴയുന്നല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ അനുഭവിച്ച ദുരിതം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയാണ് ആ സ്റ്റേഷനിൽ ഞാൻ അനുഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടിയേ മതിയാവുള്ളൂ. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, യഥാർത്ഥത്തിൽ ഇത്ര മാസങ്ങളായിട്ടും എന്താണ് നടപടി ഉണ്ടാകാത്തത്? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഈ വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയൽ, അതുപോലെ തന്നെ മകൾ നിഷ, ഒപ്പം 2 പോലീസ് ഉദ്യോഗസ്ഥർ, ഇവർക്ക് 4 പേർക്കെതിരെ SC/ST അട്രോസിറ്റി വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഓമന ഡാനിയലും മകളും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. ഈ വരുന്ന 16-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ 4 മാസമായി വ്യാജ പരാതി നൽകി ഒപ്പം ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച കൊടിയ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നു. പക്ഷേ ഈ 4 മാസം പിന്നിട്ടിട്ടും ഒരു രീതിയിലുള്ള നടപടിയിലേക്കും, നമുക്കറിയാം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത്തരം നടപടികളൊക്കെ തന്നെ എടുത്തെങ്കിൽ പോലും ഈ SC/ST അട്രോസിറ്റി വകുപ്പ് ഇട്ടിട്ട് പോലും ഒരു ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നിട്ട് പോലും ഇവരെ ഒന്ന് വിളിച്ചു വരുത്തുവാനോ ഇവരെ കസ്റ്റഡിയിലെടുക്കുവാനോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുവാനോ ഒന്നും തന്നെ നിലവിൽ ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ബിന്ദു പറയുന്നത് താനൊരു ദളിതയായിട്ടുള്ള സ്ത്രീയാണ്. പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ച ദുരിതം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. അത്രയ്ക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പ്രതികൾക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുന്നില്ല, ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ ഭർത്താവും പറയുന്നത് അങ്ങനെയാണ്. കാരണം ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട്, അവർ പ്രതിയായി ഉള്ളതുകൊണ്ടും പോലീസ് ഒത്തുകളിക്കുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രതികളെ ഒന്ന് വിളിച്ചു വരുത്താൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല? അവർക്ക് മുൻകൂർ ജാമ്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം പോലീസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ ഓമന ഡാനിയലിനെയും അതുപോലെ തന്നെ മകൾ നിഷയെയും അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുടുംബസമേതം, 2 പെൺകുട്ടികളാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഈ പെൺകുട്ടികളെയും കൊണ്ടുവന്ന സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കും, സത്യാഗ്രഹ സമരം ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബിന്ദുവും കുടുംബവും അറിയിച്ചിട്ടുള്ളത്. SKN.